നമസ്കാരം. ഉഗാണ്ടൻ ജയിലിലെ ദുരിതങ്ങൾ വെളിപ്പെടുത്തി ഇന്ത്യൻ വംശജയും ശതകോടീശ്വരനായ പങ്കജ് ഓസ്വാളിന്റെ മകളുമായ വസുന്ധര ഓസ്വാൾ. ജയിലിൽ ഭക്ഷണം, വെള്ളം, കുളിമുറി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നുവെന്ന് വസുന്ധര വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. പോലീസ് പരിശോധനയ്ക്കെത്തിയത് വാറണ്ട് ഇല്ലാതെയാണെന്നും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ പുരുഷ ഓഫീസർ വാനിലേക്ക് എടുത്തെറിഞ്ഞെന്നും വസുന്ധര പറയുന്നു. കൊലപാതക കുറ്റത്തിന് 20 ദിവസത്തോളമാണ് വസുന്ധര തടവിൽ കഴിഞ്ഞത്. കൊല്ലപ്പെട്ടെന്ന് കരുതിയിരുന്ന ആൾ പിന്നീട് ജീവനോടെയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ജയിലിൽ ഭക്ഷണം, വെള്ളം, കുളിമുറി തുടങ്ങിയ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. അഭിഭാഷകർ വഴി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയാണ് മാതാപിതാക്കൾ ഇവ എനിക്ക് ലഭ്യമാക്കിയത്. പോലീസ് പരിശോധനയ്ക്കെത്തിയത് വാറണ്ട് ഇല്ലാതെയാണ്. അഭിഭാഷകന്റെ സാന്നിധ്യമില്ലാതെ മൊഴി നൽകാൻ നിർബന്ധിച്ചു. ഇത് യുഗാണ്ടയാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾ ഇനി യൂറോപ്പിലല്ല എന്നാണ് അധികൃതർ പറഞ്ഞതെന്നും വസുന്ധര പറയുന്നു. ഓസ്വാൾ കുടുംബത്തിലെ ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നിലെ ജീവനക്കാരനായ മുകേഷ് മെനാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നായിരുന്നു ഓസ്വാളിനെതിരെ ഉണ്ടായിരുന്ന കേസ്. 2024 ഒക്ടോബർ 1 വസുന്ധരയെ അറസ്റ്റ് ചെയ്തു. യുഗാണ്ടയിലെ ഓസ്വാൾ കുടുംബത്തിന്റെ സ്പിരിറ്റ് ഫാക്ടറിയിൽ നിന്നാണ് 20 ആയുധധാരികൾ വസുന്ധരയെ പിടിച്ചുകൊണ്ടുപോയത്. എന്നാൽ പിന്നീട് മുകേഷ് മെനാരിയ ടാൻസാനിയയിൽ ജീവനോടെയുണ്ടെന്നും തങ്ങൾക്ക് അനുകൂലമായി മൊഴി നൽകിയിട്ടുണ്ടെന്നും ഓസ്വാൾ കുടുംബം അറിയിച്ചു. ഒടുവിൽ ഡിസംബർ 19 നിയമ നടപടികൾ അവസാനിച്ചത്. ഇതിനിടയിൽ വസുന്ധരയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു. എന്നിട്ടും ഡിസംബർ 10 വരെ പാസ്പോർട്ട് തടഞ്ഞുവെച്ചു. ഡിസംബർ 19 നിയമ നടപടികൾ അവസാനിച്ചത്. മകളെ അനധികൃതമായി യുഗാണ്ടയിൽ തടവിലിട്ടെന്ന് പങ്കജ് ഓസ്വാൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അപ്പീൽ നൽകിയിരുന്നു. ഓസ്വാൾ കുടുംബത്തിന്റെ സ്വകാര്യ ജെറ്റിന്റെ ക്യാബിൻ ക്രൂ ആയിരുന്നു മുകേഷ് മെനാരിയ. ഓസ്വാൾ കുടുംബത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ വീടുകളിൽ ഇയാൾ വീട്ടുജോലിക്കാരനായി ജോലി നോക്കിയിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശിയായ മുകേഷ് മെനാരിയ 2017 മുതൽ ഓസ്വാൾ കുടുംബത്തിലെ ജോലിക്കാരനാണ്. ആദ്യം ക്യാബിൻ ക്രൂവായാണ് ജോലി ചെയ്തിരുന്നത്. പിന്നീട് ഓസ്വാൾ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ വസതികളിൽ വീട്ടുജോലികൾ ഏറ്റെടുത്ത് ചെയ്തു. എന്നാൽ 2023 ആയപ്പോഴേക്കും മെനാരിയുമായുള്ള ഓസ്വാൾ കുടുംബത്തിന്റെ ബന്ധം വഷളായി. ഇതാണ് നിലവിലെ കൊലപാതക ആരോപണങ്ങളിലേക്ക് എത്തിയത്. 26-കാരിയായ വസുന്ധര ഓസ്വാൾ ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിലും പിന്നീടുള്ള ജീവിതം ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലായിരുന്നു. സ്വിസ് സർവകലാശാലയിൽ നിന്ന് ധനകാര്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബ് ആസ്ഥാനമായുള്ള ഓസ്വാൾ കുടുംബം വ്യവസായ മേഖലയിലെ വിജയങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്.